4 പതിറ്റാണ്ട് മുൻപ് കൊടുമൺ ചന്ദ്രലേഖ തിയേറ്റേഴ്സ് എന്ന പേര് കേട്ടാൽ ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു കേട്ടോ. പുരാണ കഥകളുടെ നൃത്ത നാടക ദൃശ്യാവിഷ്കാരം കാണുന്നതിനായി ആബാലവൃത്തം ജനങ്ങളും അവിടെ എത്തിയിരുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് ഇതിന്റെ അമരക്കാരനായിരുന്ന സത്യചന്ദ്രനുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് തിയേറ്ററിന് തിരശീല എന്ന നീക്കുമായി വീഴുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇപ്പോഴും ആ ഓർമ്മകളുമായി, ഈ കലാസമിതിയുടെ ഓർമ്മകളുമായൊക്കെ ജീവിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ഇതെന്ന് പറഞ്ഞാൽ അത്ര ഉത്തരവാദിത്വമായിട്ട് നടത്തേണ്ട ഒരു പരിപാടിയായി നൃത്തനാടകം. ആളില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ നടത്താൻ. അങ്ങനെ ഇതങ്ങ് നിന്നുപോയി. ഇപ്പോഴും ഉണ്ട്, വിഷമം അന്നുമുണ്ട്. നൃത്ത സംഗീത നാടകരംഗത്തേക്ക് സത്യചന്ദ്രന്റെ കടന്നുവരവ് വളരെ യാദൃച്ഛികമായിരുന്നു. നമ്മുടെ ഒരു അമ്മാച്ചന് ഈ കർട്ടനും മേക്കപ്പും ഉണ്ടായിരുന്നു. അടൂര് കൃഷ്ണ ആർട്സ് എന്ന് പറയും. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാനും കൂടി അങ്ങനെ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് വയ്യാതായപ്പോഴേ എന്നാൽ നീ ഇതെല്ലാം കൂടെ കൊണ്ടുപോയിക്കോടാന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചു. കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ തുടങ്ങി, വാടകയ്ക്ക് കൊടുത്തു തുടങ്ങി. ഇങ്ങനെ ഇരുന്നപ്പം ഈ കൈപ്പട്ടൂരുള്ള കുറേ ആളുകൾ വന്ന് അവർക്കൊരു ഡാൻസ് പഠിക്കുന്നു, ഞങ്ങൾക്ക് അതിനുള്ള സെറ്റും മേക്കപ്പും എല്ലാം കൂടെ ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് സത്യത്തിൽ തുടങ്ങിയത്. അങ്ങനെ അവർ 1-2 വർഷം നടത്തിക്കഴിഞ്ഞപ്പോഴേ അവരിൽ ഒരാളാ പറഞ്ഞത്, എന്നാൽ മാഷക്ക് ഇതങ്ങ് തുടങ്ങരുതോ. അങ്ങനെ അവരായ എന്നെ സത്യത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഭിനേതാക്കളും മറ്റ് അണിയറ പ്രവർത്തകരും കൂടി 20 പേരടങ്ങുന്ന സംഘമായിരുന്നു ചന്ദ്രലേഖ തിയേറ്റേഴ്സ്. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് എല്ലായിടത്തും ഒന്നും പിന്നെ ക്ഷേത്രമില്ല. ഈ പരിപാടി കാണാൻ മുസ്ലിങ്ങൾ വായും ഒക്കെ ആയിട്ടാണ് വന്ന് കണ്ടെത്തി കിടക്കും. വലിയ കണ്ടമാണ്. അവിടെ നമ്മൾ കളർ ലൈറ്റ് ഉപയോഗിക്കത്തേ ഇല്ല. എല്ലാം ഇതുപോലെ വെള്ള ലൈറ്റ് ഇട്ടുകൊണ്ടാണ് കളിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് കാണാനൊക്കത്തില്ല, എന്തുവാ ഇവിടെ നടക്കുക, പുക പോലെ കാണും. അങ്ങനെ ഒക്കെ നമ്മൾ പേരുണ്ടായിരുന്നു. നമ്മുടെ വാഹനം ചെല്ലുമ്പോഴത്തന്നെ ആളുകൾക്കൊരു വലിയ സന്തോഷമായിരുന്നു. ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ ദൃശ്യഭംഗി കൊണ്ട് ആനന്ദിപ്പിക്കാൻ ചുക്കാൻ പിടിച്ചിരുന്ന സത്യചന്ദ്രനെ ഇന്ന് പലതരം രോഗങ്ങൾ അലട്ടുകയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. സത്യചന്ദ്രൻ സാറിനെ കുറിച്ച് കൂടുതൽ പറയാൻ നിതിൻ തോമസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. നിതിൻ അവിടെ പോയപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴൊക്കെ ഒരുപക്ഷെ നമുക്കൊക്കെ കണ്ട അധികം പരിചയമില്ലാത്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ, സാധനങ്ങൾ, ആ ബാക്ക്ഗ്രൗണ്ടിൽ ആയി ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ നിതിൻ കണ്ടതാണ്. നമ്മൾക്കൊക്കെ പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ പ്രേക്ഷകർക്ക് പലർക്കും ഇത് കാണുമ്പോൾ അവരെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ടാകാം. ഒരു കാലത്ത് കലയ്ക്ക് വേണ്ടി കലയിൽ അലിഞ്ഞു ജീവിച്ച ഒരു മനുഷ്യൻ ഇപ്പോൾ അത് വെറും ഓർമ്മകൾ മാത്രമായി അദ്ദേഹം കൊണ്ടു നടക്കുന്നു എന്നതാണല്ലേ നിതിൻ? ഈ നാടകങ്ങൾക്കൊക്കെ കർട്ടൻ അല്ലെങ്കിൽ തുണികളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായ ആളായിരുന്നു സത്യചന്ദ്രൻ എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരു നൃത്ത നാടക സമിതിയുടെ അമരക്കാരൻ എന്ന രീതിയിലേക്ക് വളരുന്നത് വളരെ യാദൃച്ഛികമായിട്ടൊരു നൃത്ത നാടക സമിതിക്ക് രൂപം കൊടുക്കുന്നു. അതിനുശേഷം ഒരു 20 വർഷത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിവിടരുന്നു. അതിനുശേഷം 1 മാസത്തിനോ 1 വർഷത്തിനോ ശേഷം അടച്ചുപൂട്ടപ്പെടുന്നു. അങ്ങനെ ഒരാളായിരുന്നില്ല സത്യചന്ദ്രൻ. 20 വർഷത്തോളം തൻ്റെ നൃത്ത നാടക തിയേറ്റേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൊടുമൺ ചന്ദ്രലേഖ തിയേറ്റേഴ്സ് എന്ന പേരിൽ 20 വർഷത്തോളമാണ് അദ്ദേഹത്തിൻ്റെ തിയേറ്റേഴ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം പക്ഷേ അവരെ കാത്തിരുന്ന വിധി മറ്റൊന്നായിരുന്നു. പെട്ടെന്നൊരു നിമിഷത്തിൽ അദ്ദേഹത്തിന് ആ ഒരു തിയേറ്റേഴ്സ് അടച്ചുപൂട്ടേണ്ടി വന്നു, അല്ലെങ്കിൽ എന്നേക്കുമായി തിരശ്ശീല വീണു എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ തുടർന്ന് അദ്ദേഹത്തിന് ആ ഒരു തിയേറ്റേഴ്സ് ഒരു എന്നേക്കുമായിട്ട് തിരശ്ശീലയിടേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമില്ലായിരുന്നു അന്നത്തെ ആ ഒരു കാലത്തിൽ. ഒരുപക്ഷെ ഇന്നും ആ ഒരു തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും എല്ലാവരും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു തിയേറ്റേഴ്സായിട്ട് അവർ വളർന്നേനെ. അന്നത്തെ കാലത്ത് അവർ വളർന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അത് വളർന്നു നിന്നേനെ.
അതിന് ഒരു വിധി ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു 3 പെട്ടിയിൽ, പഴയ ഒരു പെട്ടിയിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന കുറച്ച് ശേഷിപ്പുകളുണ്ട്. ആ ശേഷിപ്പുകൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പോസ്റ്ററുകളും ഒക്കെയാണ്. ആ നമ്മൾ ആ ഒരു പോസ്റ്ററിലേക്ക്, നമ്മുടെ കയ്യിലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ആ ഒരു പോസ്റ്ററിലേക്ക് നമ്മുടെ കണ്ണോടിക്കുമ്പോൾ അന്നത്തെ കാലത്ത് വരച്ചെഴുതിയിരുന്ന ഒരു പോസ്റ്ററാണ്. നമ്മൾ ഇന്ന് പോസ്റ്ററൊക്കെ തയ്യാറാക്കുന്നത് ഡിജിറ്റലി തയ്യാറാക്കുന്നു, പ്രിൻ്റ് അടിക്കുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് വരച്ചുണ്ടാക്കിയ ഒരു പോസ്റ്റർ അതിന്നും നശിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇത്രയും വലിയൊരു കലാസമിതി പൂട്ടേണ്ടി വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ നോക്കിയാൽ വളരെ പരിതാപകരമാണ്. ഇത്രയും വലിയൊരു കലാസമിതി കൊണ്ടു നടന്നിരുന്ന ഒരു മനുഷ്യൻ വളരെ സാധാരണ നിലയിൽ ഒതുങ്ങി ഒരു വീടിനുള്ളിൽ കഴിയുകയാണ്. വളരെയധികം ശാരീരിക പ്രശ്നങ്ങളുണ്ട്, ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുണ്ട്. ആ ഒരു രോഗങ്ങളിൽ ഇന്നും നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റോറിയിലൂടെ പങ്കുവെച്ച ഒരു കാര്യമുണ്ട്, ആ ഒരു കലാസമിതി അടച്ചു പൂട്ടേണ്ടി വന്ന ഒരു വിഷമം, അല്ലെങ്കിൽ ആ ഒരു തിയേറ്റേഴ്സിന് എന്നേക്കുമായി തിരശ്ശീലയിടേണ്ടി വന്നിരുന്ന ഒരു വിഷമവും അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും അത്രത്തോളം ആ കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന് അത് അടച്ചു പൂട്ടേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഒരു സങ്കടവും, ഒപ്പം നമ്മളെയൊക്കെ ആ ഒരു അദ്ദേഹം സംസാരിക്കുന്നതിൽ കൂടി ഒരു പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി എന്നതുകൂടിയാണ്, നമ്മൾ പഴമയിലേക്ക് സഞ്ചരിച്ചു എന്നതുകൂടിയാണ്. ശരി നിതിൻ.